കർത്താവിന് മഹത്വം. നമ്മൾ ചിന്തിച്ചുകൊണ്ട് വന്ന വിഷയം മുന്നോട്ട് പോകാം. കുറച്ചുകൂടെ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് ഇനി മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ആരും ഉറങ്ങരുത്. അപ്പോൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിൽ ദൈവം ദാനമായിട്ട് തന്ന രക്ഷ നമ്മളുടെ ആത്മീക ജീവിതത്തിൽ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിന് നമ്മൾ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം? വർക്കിംഗ് ഔട്ട് അവർ ഓൺ സാൽവേഷൻ, നമ്മുടെ സ്വന്തം രക്ഷ. അതായത് ദൈവം എനിക്ക് സ്വന്തമാക്കി തന്ന, എനിക്ക് സ്വായത്തമാക്കി തന്ന എൻ്റെ രക്ഷയുടെ ആ പ്രവർത്തനം എങ്ങനെ അത് വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തിന് ഞാനത് ചെയ്യണം. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മുടെ രക്ഷ ഒരു വലിയ ഒരു മഹാപ്രവൃത്തിയുടെ പ്രതിഫലനമായതുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചേ മതിയാകുകയുള്ളൂ. അവിടെ താൻ ദൈവരൂപത്തിലിരിക്കെ താൻ മനുഷ്യരൂപമെടുത്തു. ആ മനുഷ്യരൂപത്തിൽ നിന്ന് പിന്നെയും താൻ ദാസരൂപത്തിലേക്ക് വന്നു. ആ ദാസരൂപത്തിൽ നിന്ന് പിന്നെയും കർത്താവ് താണ് ക്രൂശിലെ രൂപത്തിലേക്ക് വന്നു. അത്രമാത്രം താഴ്ച താൻ അനുഭവിച്ചു. അതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ താഴ്മയായിരുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷയെ ആരംഭിച്ചപ്പോൾ തന്നെ കർത്താവ് ഇങ്ങനെയാണ് ആരംഭിച്ചത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പേൻ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്നിൽ നിന്ന് നിങ്ങൾ പഠിക്കണം. ഞാൻ എന്താണ് നിങ്ങളെ പഠിപ്പിച്ചത് അത് നിങ്ങൾ പഠിക്കണം. രണ്ട്, താൻ എങ്ങനെയാണ് അത് പഠിപ്പിച്ചത്. അത് ലൂക്കോസാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, താൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയത്. ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. താൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയത്. നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്? ഉപദേശിച്ചും ചെയ്യാൻ ശ്രമിച്ചും കൊണ്ടുവരിക അല്ലേ? ചെയ്യാൻ നോക്കാം അല്ലേ? നമ്മളെല്ലാം പ്രസംഗിച്ചിട്ട് ഏറ്റവും ഒടുവിൽ പറയുമല്ലോ, ഇത് പ്രാവർത്തികമാക്കാൻ ദൈവം നമ്മളെല്ലാവരും അല്ലേ, ഞാൻ ഉൾപ്പെടെ. പക്ഷെ നമ്മളെല്ലാവരും അങ്ങനെയാണ്. പക്ഷെ കർത്താവിൻ്റെ ആ പ്രവർത്തനം, തൻ്റെ ഉപദേശമെന്ന് പറയുന്നത് താൻ ചെയ്തും ഉപദേശിച്ചും. ആദ്യം അത് വർക്കൗട്ട് ചെയ്തിട്ട് താൻ ഉപദേശിക്കുകയായിരുന്നു. ഇന്ന് നമ്മളുടെ ഭാഗത്ത് വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഉപദേശം മാത്രമേ ഉള്ളൂ, എന്തില്ല? വർക്കൗട്ടില്ല. അത് വർക്കിംഗ് ഔട്ട് ആവുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ അത് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് വിശ്വാസവും പ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൻ്റെ 2 ചിറകുകളാണ്. അത് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഇടയായിത്തീരണം. ഇനി രണ്ടാമത്തെ കാരണത്തിലേക്ക് നമ്മൾ വരികയാണ്. അത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഉപദേശപരമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടട്ടെ. 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിക്കേ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റാണ്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ താൻ എന്ത് ചെയ്തു? ദാസരൂപം. അപ്പോൾ ആ വാക്ക് ഇമ്പോർട്ടൻ്റാണ്. അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് ഞാനെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ബന്ധത്തിന് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് പറയുന്നത്. അതായത് ബന്ധം വിച്ഛേദിക്കാനാകാത്ത ഒരു ബന്ധമെന്നാണ്. അപ്പം താൻ ദൈവരൂപവും മനുഷ്യരൂപവും. അപ്പം ദൈവരൂപം പൂർണ്ണമായിട്ട് വിട്ടിട്ടല്ല മനുഷ്യരൂപം എടുത്തേ. ദൈവരൂപത്തിൽ ഇരിക്കേ താൻ ഈ ഭൂമിയിലായിരുന്നപ്പോഴും ദൈവം തന്നെയായിരുന്നു, ദൈവരൂപം തന്നെയായിരുന്നു, യാതൊരു മാറ്റവും അതിനില്ല. പക്ഷെങ്കിൽ താൻ മഹത്വം ഉരിഞ്ഞു വെച്ചു. എന്തിനാ താൻ ആ മഹത്വം ഉരിഞ്ഞു വെച്ചേ? മഹത്വം ഒഴിഞ്ഞിട്ട് എന്തിനാ വന്നത്? മോശ പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം. ദൈവം പറഞ്ഞു,
എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഇരിക്കുകയില്ല. മോശയുടെ നിർബന്ധം കാരണം ഓക്കെ, സമ്മതിച്ചു. ഒരു പാറയുടെ വിള്ളലിൽ തൻ്റെ കൈകൊണ്ട് തന്നെ മറച്ചു. എന്നിട്ട് ദൈവം കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ ആ തേജസ് കടന്നു പോവുകയാണ്. മോശ എന്താ കണ്ടേ? ദൈവത്തിൻ്റെ പിൻഭാഗം എന്ന് പറഞ്ഞാൽ, പിൻഭാഗം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഗ്ലോറി എന്നാണ് അതിൻ്റെ അർത്ഥം. ആഫ്റ്റർ ഗ്ലോറി, അതായത് ആ പൂർണ്ണമായ ആ ഒരു വെളിച്ചം, മഹത്വം, ഷക്കീന കടന്നുപോയി. താൻ കണ്ടത് അല്പം ഒരു വെളിച്ചം മാത്രം, പൂർണ്ണമായിട്ട് കാണാൻ പറ്റത്തില്ല. ആഫ്റ്റർ ഗ്ലോറി. നമുക്കറിയാം ഇവിടെ ഈ ലൈറ്റുകളുണ്ടല്ലോ, ഇപ്പോൾ അതെല്ലാം LED യുഗത്തിലേക്ക് മാറി. പണ്ട് ഈ ഫിലമെൻ്റ് ഉള്ള ഹാലോജൻ ബൾബായിരുന്നു. അപ്പോൾ അത് പ്രകാശിച്ച് നിൽക്കുമ്പോൾ നമുക്കതിനെ നോക്കാനായിട്ട് പറ്റത്തില്ല. അതിനെ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അല്ലേ, അതിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മളൊന്ന് നോക്കിയാൽ ഒരു ചെറിയൊരു, അതിനെ ആഫ്റ്റർ ഗ്ലോറി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ആ ഒരു വെട്ടം, അതാണ് മോശ ദൈവത്തിൻ്റെ പിൻഭാഗം കണ്ടു എന്ന് പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ ആ പൂർണ്ണമായ മഹത്വത്തിൽ ഒരു മനുഷ്യന് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് തൻ്റെ കൈകൊണ്ട് തന്നെ മറച്ചു വെച്ചത്. തൻ്റെ കൈകൊണ്ട് തന്നെ മറച്ചു വെച്ചിട്ട് ദൈവത്തിൻ്റെ പിൻഭാഗം താൻ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ആ മഹത്വം ഉരിഞ്ഞു വെച്ചാൽ മാത്രമേ കർത്താവിന് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരോട് ഇടപെടാനും മനുഷ്യനോട് സംസാരിക്കാനും മനുഷ്യരുടെ ഇടയിൽ ഇരിക്കാൻ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഇല്ല, ഞങ്ങൾ അനുഭവിച്ചതും എന്ന് പറയാൻ കാരണം ആ മഹത്വം ഉരിഞ്ഞു വെച്ചതുകൊണ്ട് മാത്രമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം അല്ലേ? നമ്മളാരാ? അയ്യോ, നമ്മൾ ഇവാഞ്ചലിസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റർ, ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കഴിഞ്ഞ സെൻട്രൽ ഇല്ലേ, അല്ലെങ്കിൽ മെയിൻ ടോപ്പ്. ഞാനങ്ങ് താണു കൊടുത്താൽ അയ്യോ അല്ലേ, ആകാശം അങ്ങ് ഇടിഞ്ഞ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങ് താണാൽ പിന്നെ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന വിലയൊന്നും ഒരു പക്ഷെങ്കിൽ എനിക്ക് കിട്ടിയില്ലെന്ന് വന്നേക്കാം. നോക്കിയേ, ദൈവരൂപത്തിലിരിക്കേ താൻ എത്രമാത്രം താണുവെന്ന് നോക്കിയേ. അപ്പോൾ നമുക്ക് എത്രത്തോളം പദവികൾ ഉയർന്നു വരുന്നോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തോണം? നമ്മൾ താണോണം, അല്ലെങ്കിൽ ആ വീഴ്ച വലിയതായിരിക്കും. അപ്പോൾ ദൈവം നമുക്ക് ഈ ഭൂമിയിലായിരുന്നാലും നമുക്ക് ഉയർച്ചകൾ തരും, നമുക്ക് പദവികൾ തരും. ഒരു പക്ഷെങ്കിൽ മറ്റുള്ള സഭകളെക്കാൾ എൻ്റെ സഭയിൽ ആത്മാക്കൾ കൂടുതലുണ്ടായിരിക്കാം. അവിടെയൊന്നും നമ്മൾ പുകഴാനായിട്ട് പാടില്ല. നമ്മൾ ആ ദൈവരൂപത്തിലിരിക്കെ മനുഷ്യരൂപം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ താഴേക്ക് വരണം. സർവ്വമഹത്വവും നമ്മൾ ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ആ താഴ്മ നമ്മൾ ധരിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് സൗജന്യമായിട്ട് തന്ന, കർത്താവ് പ്രവർത്തിച്ച് എനിക്ക് ദാനമായിട്ട് തന്ന എൻ്റെ രക്ഷ എനിക്ക് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്ന് താഴ്മ. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് കഷ്ടതയാണ്. അപ്പോൾ നമ്മളെ ഈ രക്ഷ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് ആദ്യം വേണ്ട കാര്യം താഴ്മയാണ്. ഹംബിൾനെസ്. അതിന് ആ ഹംബിൾനെസ്, താഴ്ച, അതിന് രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞു. സൗമ്യതയും താഴ്മയുമുള്ള, മീക്ക് ആൻഡ് ലോലി. സൗമ്യതയും താഴ്മയും, ഇത് രണ്ടും ഒരുമിച്ച് വന്നുള്ള നമ്മുടെ ജീവിതത്തിലെ താഴ്മ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് ഉയരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കർത്താവ് അത്രയും 7 പടികൾ താഴേക്ക് വന്നു. അതേ 7 പടികൾ താൻ ഉയർന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ എത്രയും താഴുന്നോ അത്രമാത്രം കർത്താവ് നമ്മളെ ഉയർത്തും എന്നുള്ള പദം വിട്ടിട്ട് കർത്താവ് നമ്മളെ ഉപയോഗിക്കും. ഓക്കെ, ഇത് നമ്മൾ മറക്കരുത്. നമ്മളെപ്പോഴും എന്താ ആഗ്രഹിക്കുന്നത്? അതില്ലേ, നമുക്ക് ഇങ്ങനെ പൊങ്ങി പോകണം അല്ലേ. ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേര് സൂപ്പറായിരുന്നു എന്ന് പറയുമ്പോഴത്തേന് നമ്മളങ്ങ് ഇല്ലേ. അതല്ല നമുക്ക് ആവശ്യം. കർത്താവിൻ്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധങ്ങളായിട്ട് നമ്മളെ കർത്താവ് എന്ത് ചെയ്യണം? ഉപയോഗിക്കണമെന്നുള്ള, രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുക. അപ്പം നമ്മളുടെ പ്രവൃത്തി. ഇനി അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുമ്പോൾ ഫിലിപ്പോസ് സുവിശേഷം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ, ഒരു സുവിശേഷമാണോ വിശ്വസിച്ച ഫിലിപ്പോസിനെയാണോ? ഇന്ന് പലരും പറയുന്നത് എന്നെ ആരും നോക്കണ്ട, വിശ്വസിക്കണ്ടെന്നല്ല, എന്നെ ആരും നോക്കണ്ട, നിങ്ങൾ ആരെയാ നോക്കണം? നോക്കിയാലൊന്നും കാണാനില്ലല്ലോ, പിന്നെങ്ങനെയാണ്? പത്രോസ് ഞങ്ങളെ നോക്കൂ, പൗലോസ് പറയുന്നേ ഞങ്ങളെ അനുകരിപ്പീൻ.
ഇനി തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നേ, നിങ്ങൾ ഞങ്ങൾക്കും പിന്നെ ആർക്കാ? ക്രിസ്തുവിനും അനുകാരികളായി തീരുന്നു. നോക്കിക്കേ, ഇത് നമ്മളുടെ ഇന്നത്തെ നാളുകളിൽ നമുക്ക് വരണം. നമ്മളെ കണ്ട് ക്രിസ്തുവിലേക്ക് വരണം. എൻ്റെ പ്രസംഗത്തെക്കാൾ എൻ്റെ പ്രവൃത്തിയിലൂടെ കർത്താവിലേക്ക് ചിലർ വരണം, മുന്നോട്ട് വരണം. നമ്മുടെ സഭയിലുള്ളവർ, അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പൗലോസ് മൂന്നാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് റോമിലേക്ക് പോകുമ്പോൾ അശ്വിനി ചിഹ്നമുള്ള കപ്പലിലൊക്കെ താനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ദൈവം പൗലോസിനോട് പറയുകയാണ്, ഈ കപ്പലിലുള്ള ഇത്രയും പേരെ ഞാൻ നിനക്ക്, വാക്കോർമ്മയുണ്ടോ, ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഞാൻ തന്നിരിക്കുന്ന ഗിഫ്റ്റാണ് ഇത്രയും പേര്. ദൈവം പൗലോസിനോട് പറഞ്ഞു, ബി ഗുഡ് ചിയർ, നീ നല്ല ധൈര്യമായിട്ടിരിക്കണം. അതേ വാക്ക് തന്നെ ദൈവം ദാനം ചെയ്ത ജനത്തോട് പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കണം. കാരണം എന്താ? എന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ആ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങളും എന്ത് ചെയ്യണം? ധൈര്യപ്പെട്ടിരിക്കണം. നിങ്ങളിൽ ഒരുത്തൻ്റെ പ്രാണൻ പോലും നഷ്ടമായി പോകത്തില്ല. എത്ര ധൈര്യമാണ് പൗലോസിന് ഇത് പറയാൻ! ദൈവത്തിൽ അത്രമാത്രം താൻ അടിയുറച്ച് വിശ്വസിച്ച് ദൈവസന്നിധിയിൽ താണിരുന്ന ഒരു മനുഷ്യനാണ്. അവരുടെ കപ്പൽ മൊത്തവും നശിച്ച് അവർ തണുത്ത് വിറച്ച് നീന്തി ഒരു ദ്വീപിലെത്തി. എല്ലാവരും തണുത്ത് വിറച്ചിരിക്കുക. 200-ലധികം ആളുകൾ അവിടെയുണ്ട്. പൗലോസ് എന്ത് ചെയ്യുക? വിറക് ഉറക്കാൻ പോയേക്കുന്നു. എന്തിനു വേണ്ടി? തനിക്ക് തീ കായാനോ അവർക്കോ? നമ്മളാന്ന് എന്ത് ചെയ്യണം? രണ്ട് കൊള്ളി എടുത്തുകൊണ്ട് ഒരു മൂലയ്ക്ക് പോയിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും പോയി എന്ത് ചെയ്തോ? തീ കാഞ്ഞു. ഇങ്ങനല്ലേ നമ്മുടെയൊക്കെ പെരുമാറ്റം സഭയിൽ? നോ, എൻ്റെ സഭയിലുള്ളവർക്ക് തീ കായാൻ എന്നാലോചിച്ച് അവരുടെ തണുപ്പകറ്റാൻ, അവരുടെ പ്രയാസം നമ്മളൊന്ന് ഏറ്റെടുക്കാൻ, അത് പൗലോസിനത് കിട്ടി. കർത്താവിൻ്റെ താഴ്മ. അതുകൊണ്ടാണ് പൗലോസ് ഈ ഒരു കെനോസിസ് തിയറി തന്നെ ഈ 2-ാം അധ്യായത്തിൽ പൗലോസ് കൊണ്ടുവരുന്നത്. നമ്മൾ ലഭിച്ചിരിക്കുന്ന രക്ഷ, നമ്മളിത് പ്രവർത്തിക്കുന്നവരാ, കർത്താവിൻ്റെ ദാസന്മാരാ, ക്രിസ്തുവിൻ്റെ ദാസന്മാരാ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളാണെന്നാണ്, അംബാസഡേഴ്സാണ്. ക്രിസ്തുവിന് പകരം സഭയിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുക. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ദാസീദാസന്മാർ, ദൈവത്തിൻ്റെ മക്കൾ. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ കാണത്തക്ക നിലയിൽ, ക്രിസ്തു സംസാരിച്ചതുപോലെ, ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ, ക്രിസ്തു ആയിരുന്നതുപോലെ കർത്താവ് എത്രത്തോളം താഴ്മയുള്ളവനായിരുന്നു. കർത്താവ് താണെന്നും പറഞ്ഞ് കർത്താവിന് എന്തേലും കുറവ് പറ്റിയോ? ഒന്നുമില്ലെന്നേ, ഒന്നും പറ്റും. കർത്താവ് തന്നെയായിരുന്നു. പക്ഷെങ്കിൽ കർത്താവിനെ അവർ തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ്. അവർ തേജസ്സിൻ്റെ കർത്താവിനെ എന്ത് ചെയ്യത്തില്ലായിരുന്നു? ക്രൂശിക്കുക. അവരറിഞ്ഞിരുന്നു എങ്കിൽ ഇന്നും പൗലോസിനെ അവർക്ക് തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കൊരിന്ത്യ സഭ പൗലോസിനെ തിരിച്ചറിഞ്ഞില്ലെന്നും പറഞ്ഞ് പൗലോസിന് എന്തെങ്കിലും നഷ്ടപ്പെട്ടോ? ഒന്നുമില്ല. പക്ഷേ എൻ്റെ ചോദ്യം, നമ്മളെ അവർ തിരിച്ചറിയാതെ പോയി എന്നും പറഞ്ഞ് നമ്മൾ ഭാരപ്പെടണ്ട. നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ ബ്രദറെ, എൻ്റെ സഭയിലുള്ള വിശ്വാസികളൊന്നും എന്നെ അങ്ങോട്ട് മനസ്സിലാക്കുന്നില്ല, എന്നെ അവരങ്ങോട്ട് അംഗീകരിക്കുന്നില്ല. വിശ്വാസികൾക്കും പറയാൻ ഇതേ ഉള്ളൂ, ഞങ്ങളെ ആ പുള്ളിക്ക് മനസ്സിലാക്കാൻ, ഇപ്പം അന്യോന്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇവിടെയാണ്. ദൈവസന്നിധിയിൽ മീക്ക് ആൻഡ് ലോലി, നമ്മൾ സൗമ്യതയും താഴ്മയുമുള്ളവരായി നമ്മുടെ കർത്താവ് എത്രത്തോളം താണും അത്രത്തോളം വരിക. രണ്ടാമത്തെ കാര്യം കഷ്ടത എന്നുള്ളതാണ്. കഷ്ടത അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഷ്ടതയിലൂടെയാണ് ദൈവം ഈ പ്രവൃത്തി സാധിപ്പിച്ചത്, നമ്മുടെ രക്ഷ സാധിപ്പിച്ചത്. സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെ, അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി, അവൻ കൽപ്പിച്ചു അങ്ങനെ സ്ഥാപിതമായി. പക്ഷേ എൻ്റെ രക്ഷയോടുള്ള ബന്ധത്തിലോ അങ്ങനെ അങ്ങ് സാധിച്ചാൽ പോരായിരുന്നോ? കൽപ്പിച്ചു സാധിക്കാമായിരുന്നു. പക്ഷെ അങ്ങനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അവൻ താണു വന്നു, അവൻ കഷ്ടമനുഭവിച്ചു. ഇനി എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് പറയുകയാണ്, അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. എന്താ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക? എന്താ പരിജ്ഞാന പൂർത്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടതയിൽ പക്വത പ്രാപിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്ന് ആലോചിച്ചേ. അപ്പം നമ്മളെ പക്വതയിലേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൊക്കെ പാടി കഷ്ടതയിലും, എന്നാലോചിച്ച് നോക്കിയ കഷ്ടതയിൽ, അതാർക്കേ പറ്റത്തുള്ളൂ കഷ്ടതയിൽ പാടാൻ, കഷ്ടതയിൽ സന്തോഷിക്കാൻ. അപ്പോസ്തലനായ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എൻ്റെ ഈ ബലഹീനതയൊന്ന് മാറ്റിത്തരണം. ദൈവം എപ്പോഴും നോ 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 എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ
എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നിന്റെ മരണം വരെ, ബാക്കി പറഞ്ഞോ, നിന്റെ മരണം വരെ ഈ ശൂലം ഞാൻ മാറ്റി. അന്നേ നമ്മൾ റിസൈൻ ലെറ്റർ എഴുതത്തില്ലയോ? നമ്മൾ ശമ്പളം ചോദിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും, മരണം വരെ ഇത് തരത്തില്ല. എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? പക്ഷെ പൗലോസ് അത് അവിടെ വെച്ച് തന്നെ തിരിച്ചറിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടല്ലോ, ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷേ മൂന്നാം സ്വർഗത്തിൽ വെച്ച് തന്നെ ദൈവം പറഞ്ഞതിൻ്റെ, കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം താൻ തിരിച്ചറിഞ്ഞപ്പോൾ താൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ബാലൻസ് പറഞ്ഞേ. ഞാൻ അതിസന്തോഷത്തോടെ, ചേർന്ന് പറഞ്ഞേ, ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ. എപ്പോഴാ പറയുന്നത്? എപ്പോഴാ നമ്മളാണ് ഒരു ഒന്നാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെ ഇപ്പോൾ ഒരു ഇച്ചിരി ആശ്വാസമുണ്ട്. ഞാൻ എൻ്റെ ബലഹീനതയിൽ എന്ത് ചെയ്യുന്നു? നിന്റെ മരണം വരെയും ഈ ബലഹീനത, ഈ ശൂലം, ഈ പ്രയാസം, ഈ ദുഃഖം, ഈ രോഗം, ഈ വേദന, ഈ കണ്ണുനീര് ഞാൻ മാറ്റിത്തരത്തില്ല എന്ന് പറയുമ്പോൾ പൗലോസ് പറഞ്ഞതുപോലെ പറയാൻ പറ്റുമോ നമുക്ക്? പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പറയാൻ പറ്റുമോ? പാട്ടുകാരൻ പാടിയതുപോലെ ആ ദുഃഖത്തിൻ്റെ പാനപാത്രം ഉണ്ടല്ലോ എൻ്റെ കയ്യിലോട്ട് തരുമ്പോൾ എങ്ങനെയാ? വേറൊരു പുതിയൊരു പാട്ടുണ്ടല്ലോ, കഷ്ടതയിൻ കണ്ണുനീരിൻ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, അടുത്ത വരി, ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ നീ തരണം. ചോദ്യം ചെയ്യാതെ വാങ്ങി അനുഭവിക്കാൻ, പാനം ചെയ്യുവാൻ എനിക്ക് നീ തിരുകൃപ തരണമേ. പാട്ടുകാരൻ പാടുകയാ. അതിസന്തോഷത്തോടെ ആർക്കേ പറ്റത്തുള്ളൂ? താഴ്മയുള്ളവർക്ക്, സൗമ്യതയുള്ളവർക്ക്, ആ ഹംബിൾനെസ്, അതായത് തന്നെത്താൻ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. ഇനിയും നോക്കിയേ, ഈ ഫിലിപ്പിയ ലേഖനത്തിൽ ആ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പെട്ടെന്ന് 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം പൗലോസ് പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമായി. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു അല്ലേ? തിരുവട്ടാ കൃഷ്ണൻകുട്ടിച്ചാൻ്റെയൊക്കെ പ്രസംഗത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായിരുന്നു. അദ്ദേഹം മുഷ്ടി ചുരുട്ടി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു. എന്നാലോചിച്ചേ, ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു. ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പക്ഷേ ക്രിസ്തു ഇന്നും എന്നിലൂടെ ജീവിക്കുകയാണ്. അതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തു എന്നിലൂടെ ജീവിക്കണം. അതാണ് ഈ വർക്കൗട്ട് യുവർ ഓൺ സാൽവേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനിയും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 3 പ്രത്യേകതകൾ, ഈ കഷ്ടതയോടുള്ള ബന്ധത്തിൽ ഒരു 3 കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതമെന്ന് പറയുന്നതേ കഷ്ടതയുടെ ഒരു ജീവിതമാണ്. അവർ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് സഫറിങ്. അതിൻ്റെ കാരണം എന്താ? പൗലോസ് അപ്പോസ്തലനെ മാനസാന്തരത്തിലേക്ക് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് തന്നെ നയിക്കുമ്പോൾ താൻ പറയുന്ന ഒരു വാക്കുണ്ട്. തന്നോട് പറയുന്നു, അവൻ എൻ്റെ നാമത്തിന് വേണ്ടി, അനന്യാസിനോട് പറയാം, അവൻ എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കാനിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, അതെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്താൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കഷ്ടതകൾ പകർന്നു വെക്കാൻ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാത്രമാണ്. ആ പാത്രത്തിന് ദൈവത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം കുറച്ച് കഷ്ടത പകർന്ന് അതിനകത്ത് വെക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ ഈ കഷ്ടത പകർന്നു വെക്കുന്നേ? എന്നെ പക്വതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ്. 1, എന്നെ പക്വതയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി. 2, എന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. എന്നെ ഒന്ന് റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി, എന്നെ ക്ലീൻ ചെയ്യുന്നതിനല്ല, എന്നെ ഒന്ന് റിഫൈൻ ചെയ്യുന്നതിന് വേണ്ടി, ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി. യോ പറഞ്ഞ വാക്കിതാണ്, അവൻ എന്നെ ശോധന കഴിച്ചാൽ ഞാൻ എങ്ങനെ പുറത്തു വരും? പൊന്നുപോലെ
പൊന്നുപോലെ പുറത്തു വരും, പൊന്നുപോലെ പുറത്തു വരും. അപ്പോൾ എന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ കഷ്ടത തന്നിരിക്കുകയാണ്. മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് എന്നെ ദൈവസന്നിധിയിൽ ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്, ഒരു പുനഃപ്രതിഷ്ഠ ചെയ്യുന്നതിന് വേണ്ടിയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് കഷ്ടത തരുന്നത്. അടുത്ത കാരണമെന്ന് പറയുന്നത് എന്നെക്കുറിച്ചുള്ള ദൈവീക ലക്ഷ്യത്തിൻ്റെ പരിസമാപ്തിയിൽ എന്നെ കൊണ്ടെത്തിക്കുന്നത് കഷ്ടതയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ ദൈവീക പരിസമാപ്തിയിൽ എന്നെ കൊണ്ടെത്തിക്കുന്നത് കഷ്ടതയാണ്. ദാവീദ് പറയുക, അവൻ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. 119 സങ്കീർത്തനം, ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. എന്താ? നിന്റെ ചട്ടങ്ങൾ പഠിക്കാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ചട്ടങ്ങൾ, എൻ്റെ ട്രാക്ക് എനിക്കൊന്ന് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. എൻ്റെ കർത്താവ് എനിക്ക് വെച്ച പാത എനിക്കൊന്ന് തിരിച്ചറിയാൻ പറ്റി. ആ ട്രാക്കിലേക്ക് എനിക്കൊന്ന് തിരിച്ചു വന്ന് എനിക്ക് ഓടി എൻ്റെ ലക്ഷ്യം സാധിക്കാൻ, എൻ്റെ കർത്താവ് വെച്ച ലക്ഷ്യം സാധിപ്പിക്കാൻ എനിക്കിടയായി തീർന്നു. അനേക ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം കൊടുത്ത ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് കഷ്ടതയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവം അത് തന്നിരിക്കുന്നത് നമ്മളെ തളർത്താനോ നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ ഇല്ലാതാക്കുവാനോ അല്ല. ഒരു പക്ഷെങ്കിൽ നമ്മൾ ഇല്ലാതായി പോയി എന്ന് വന്നേക്കാം. എൻ്റെ ജീവിതത്തിലും ഞാൻ തീർന്നു എന്ന് ചിന്തിച്ച ചില നിമിഷങ്ങളുണ്ട് പ്രിയമുള്ളവരെ. ആ സീറോയിലേക്ക് വന്ന ചില നിമിഷങ്ങളുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എന്തുകൊണ്ട് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ? പക്ഷേ അവിടെ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരാൻ ദൈവം നമുക്ക് കൃപ തരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പരിപൂർണമായിട്ട് താഴ്ത്തിക്കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ ഉയർത്തുമെന്നുള്ളതിനേക്കാൾ കർത്താവ് നമ്മളെ ഉപയോഗിക്കുമെന്നുള്ളതാണ്. കർത്താവ് കൃപ നൽകട്ടെ. അപ്പോൾ കഷ്ടതയോടുള്ള ബന്ധത്തിൽ കഷ്ടത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ റിഫൈൻ ചെയ്യാനുള്ളതാണ്, ശുദ്ധീകരിക്കാനുള്ളതാണ്, നമ്മുടെ ജീവിതത്തെ ദൈവമുമ്പാകെ പുനഃപ്രതിഷ്ഠ ചെയ്യാനുള്ളതാണ്, നമ്മെക്കുറിച്ചുള്ള ദൈവീക ആ ലക്ഷ്യപ്രാപ്തിയിൽ നമ്മെ എത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത, അവർ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഡിഫീറ്റ്. പരാജയത്തിൻ്റെ ജീവിതമാണ് നമ്മുടെ ജീവിതം. പലരും പറയാറുണ്ട്, എൻ്റെ ബ്രദറെ എല്ലാം പരാജയമാണ്, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെന്ന് പറയുന്നത്. പൗലോസ് അവിടെയാണ് ദൈവസന്നിധിയിൽ താൻ പ്രശംസിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നോക്കിയേ. 3:7 ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം. ഇന്നത്തെ പിള്ളേർക്ക് ഛേദം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എല്ലാം ഈ കമ്പ്യൂട്ടറിൽ കുത്തുവായുണ്ടല്ലോ, അല്ലെ മൊബൈലിൽ ഇങ്ങനെ കുത്തുവാന്നല്ലോ, കാൽക്കുലേറ്റർ. പക്ഷെ നമുക്കന്നറിയാം അല്ലേ ഛേദം. അങ്ങനെ പറ്റുമോ നമുക്ക്? പക്വതയുള്ളൊരു വിശ്വാസിക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ ക്രിസ്തു നിമിത്തം എന്തെല്ലാം നേടാമോ അതിൻ്റെ പുറകെയല്ല നമ്മൾ. പക്ഷേ പക്വതയുള്ളൊരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകത, അവൻ ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എനിക്ക് വരേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടെനിക്ക് കിട്ടേണ്ടത്. നമ്മൾ അതിനു വേണ്ടിയല്ലയോ പോരാടുന്നത്? അന്യായമായിട്ട് നമുക്കൊന്നും വേണ്ട. പക്ഷേ നമ്മുടെ പോരാട്ടം മൊത്തം എനിക്ക് ന്യായമായിട്ട് ലഭിക്കേണ്ടത്. പക്ഷേ പൗലോസ് പറയുകയാണ്, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ എന്ത് ചെയ്തു? ഛേദമെന്നെണ്ണി. പക്ഷെ അവിടെ ഒരു നേട്ടമുണ്ടായി. ഞാൻ നേടി. ആരെ നേടി? എൻ്റെ കർത്താവിനെ ഞാൻ നേടി. അതുകൊണ്ട് എന്തു പറ്റി? ഈ കർത്താവിനെ മറ്റുള്ളവർ കാണാനായിട്ടിടയായി തീർന്നു, മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഇടയായി തീർന്നു. മൂന്നാമത്തെ പ്രത്യേകത, നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്, അവർ ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മോഹഭംഗത്തിൻ്റെ ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. മോഹഭംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിന് ഭംഗം നേരിടുക. പല ദൈവദാസന്മാരും വളരെ കണ്ണുനീരോടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ബ്രദറെ ഞാൻ ഇത്രയും നാൾ ആഗ്രഹിച്ചിട്ടും ദൈവം എനിക്കത് സാധിപ്പിച്ച് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല കർത്താവിനോട്.
എനിക്കങ്ങനെ ഒരു മോഹവും ഇല്ല, ഒരാഗ്രഹവും ഇല്ല. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായിട്ട് തരാൻ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തിനാ പിന്നെ ആഗ്രഹിക്കുന്നേ? എന്തിനാ പിന്നെ മോഹിക്കുന്നേ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ, കർത്താവിൻ്റെ പ്രിയ മക്കളാണെങ്കിൽ, എൻ്റെ ആവശ്യങ്ങൾ ഇന്നതെന്ന് എൻ്റെ അപ്പച്ചന് അറിയാം. എൻ്റെ അപ്പച്ചനറിയാം. എൻ്റെ അപ്പച്ചനെ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. എൻ്റെ അപ്പച്ചനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ എബ്ബേസിനെ വലിച്ചെടുത്തോണ്ട് വരണ്ട ഇവിടെ. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല, വേണ്ടെന്നേ. പക്ഷേ തൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ, പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ മകനാണെങ്കിൽ എൻ്റെ ജീവിതമെന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാനുള്ള ജീവിതമല്ല, എൻ്റെ മോഹങ്ങൾ നിവർത്തിക്കാനുള്ളൊരു ജീവിതമല്ല, മറിച്ച് മോഹഭംഗത്തിൻ്റെ ഒരു ജീവിതമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതമെന്ന് പറഞ്ഞാൽ. എന്നാൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി, ഫിലിപ്പിലെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സ്തോത്രം സ്തോത്രം സ്തോത്രം, എനിക്ക് മൊബൈൽ വേണം, അതാണോ? അല്ലെന്നേ. സ്തോത്രത്തോടെ അറിയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. സ്തോത്രത്തോടെ അറിയിക്കാം. ഫിലിപ്പി ലേഖനത്തിൽ നിങ്ങൾ സ്തോത്രം ചെയ്യണമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. സ്തോത്രം ചെയ്യാൻ എളുപ്പമാണ് അല്ലേ? ആർക്കും ഒരു ദണ്ണവും ഇല്ല, ഒരു ചെലവുമില്ല. പക്ഷേ കൊലോസി ലേഖനത്തിൽ ഇതിൻ്റെ ഒരു ഉപദേശം തരുന്നുണ്ട്. നിങ്ങൾ സ്തോത്രം പറയണം എന്നുള്ളതിനേക്കാൾ നന്ദി ഉള്ളവരായിട്ടും ഇരിപ്പീൻ. ബാക്കി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നന്ദി ഉള്ളവരായിട്ടും ഇരിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും നാൾ തന്നതിന് ദൈവത്തോട് എന്തോ ഉണ്ടായിരിക്കണം, ഇത്രയേ ഉള്ളൂ. നന്ദി ഉള്ളവരായിട്ട് നമ്മൾ സ്തോത്രം പറയണമെന്നാണ് അതിൻ്റെ അർത്ഥം. നന്ദി ഉള്ളവരായിട്ട്. എന്നാലോചിച്ചേ, പലപ്പോഴും നമ്മൾക്ക് ദൈവം തരുന്നതിൽ പോലും നമുക്ക് നന്ദിയില്ലെന്നല്ല, വേറൊരു വാക്കാണ് തൃപ്തിയില്ല അല്ലേ? എന്തായിരുന്നാലും അതിൽ സ്വല്പം കൂടെ അങ്ങോട്ടെന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ. അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ ദൈവം തന്നതിൽ പൂർണ്ണ തൃപ്തി എനിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നന്ദിയോടുകൂടെ, നന്ദി ഉള്ളവരായിട്ട്. അപ്പം ഞാൻ കർത്താവിന് സ്തോത്രം പറയുമ്പോൾ, ഇപ്പോൾ ഒരു ബ്രദർ എൻ്റെ അടുത്ത് വന്നു, ബ്രദറെ സ്തോത്രം, എത്ര അളവുണ്ടെന്ന് ആ ബ്രദറിനറിയാം, എത്ര കിലോ ഉണ്ടെന്ന്, അല്ലെ അതിൻ്റെ ഡെൻസിറ്റി എത്ര ആണെന്ന്, ഇവരെത്ര സിൻസിയറായിട്ടാണ് പറയും, ആർക്കും അറിയത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം പറയുമ്പോൾ കർത്താവിന് അതിൻ്റെ മെഷർമെൻറ്റ് അറിയാം, അതിൻ്റെ അളവറിയാം. ഇവൻ എത്ര നന്ദി ഉള്ളവനായിട്ടാണ് എനിക്ക് സ്തോത്രം തരുന്നത്, അല്ലെങ്കിൽ നന്ദി പറയുന്നതെന്ന് എൻ്റെ കർത്താവിന് അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമെന്ന് പറയുന്ന കഷ്ടതയുടെ ജീവിതമാണ്, അല്ലെങ്കിൽ അത് പരാജയത്തിൻ്റെ ജീവിതമാണ്, അത് മോഹഭംഗത്തിൻ്റെ ജീവിതമാണ്. ഇനി എന്താ ഈ മോഹഭംഗം? ഒരു വാക്യം റോമാലേഖനം 1-ാം അധ്യായത്തിൽ, റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പൗലൂസ് പറയുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ എന്തോ വന്നു? മുടക്കം വന്നു അല്ലേ? ദൈവദാസന്മാരെന്താഗ്രഹിച്ചാലും അതിന് മുടക്കം വരുത്തുക എന്നുള്ളതാണ് ആരുടെ ജോലി? ദൈവത്തിൻ്റെ ജോലി. ഇവിടെ സുവിശേഷം അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ വിലക്കി. ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ആത്മാവ് അവരെ തടുത്തു. ഇതെന്താ കാര്യം? ദൈവം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയും കൂടെ പ്രവർത്തിക്കുന്നെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, എന്തിനാ പരിശുദ്ധാത്മാവ് അങ്ങോട്ട് പോകാൻ വിലക്കിയത്? എന്തിനാ യേശുവിൻ്റെ ആത്മാവ് അവിടെ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞത്? നമ്മളാന്നേ പറയും, ഇത്രയും പെട്രോളും ചിലവാക്കി, ഇല്ലയോ അനീഷ് ബ്രദറെ, ഇത്രയും പെട്രോളും ചിലവാക്കി ഓംനിയും ഓടിച്ച് ഇവിടെ വരെ വന്നിട്ട് ഇവിടെ പ്രസംഗിച്ചിട്ടേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇവിടെ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോൾ വാസ്തവത്തിൽ രക്ഷിക്കപ്പെടേണ്ടവൻ അവിടുന്ന് ബസ് കയറി അങ്ങ് പോവും. ഇത്രേ ഉള്ളൂ. എവിടാ വിലക്കിയെന്നറിയാമോ? തുയധൈര പട്ടണത്തിൻ്റെ അടുത്ത് സുവിശേഷം അറിയിക്കാൻ അങ്ങോട്ട് പോകുന്നത് വിലക്കി. കാരണം എന്താണെന്നറിയാമോ? ആ തുയധൈര പട്ടണക്കാരുത്തി ഫിലിപ്പിയ സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഫിലിപ്പിയ സഭയിലെ ഒരാദ്യ ഫലമായിട്ട് ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, പൗലോസെ നീ അങ്ങോട്ട് പോണ്ട, നീ ഇങ്ങോട്ട് പോ, ഫിലിപ്പിയയിൽ ഇരിപ്പുണ്ടാ സഹോദരി രക്ഷിക്കപ്പെടാൻ. ഇതാർക്കറിയാം? ദൈവത്തിൻ്റെ ആത്മാവിന്. അപ്പം ദൈവം എന്തിനാ തടുക്കുന്നേ? ദൈവം എന്തിനാ വിലക്കുന്നേ? എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ.
അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ദൈവദാസന്മാരുടെ ജീവിതത്തിൽ, ദൈവമക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് എൻ്റെ ജീവിതം പരാജയത്തിൻ്റെ ജീവിതമാണെങ്കിൽ അത് അങ്ങയുടെ ഹിതമാ. എൻ്റെ ജീവിതം മോഹഭംഗത്തിൻ്റെ ജീവിതമാണെങ്കിൽ ദൈവമേ അത് അവിടുത്തെ ഹിതമാ. എൻ്റെ ജീവിതത്തിൽ ഒരു രോഗം തരുന്നത് അവിടുത്തെ ഹിതമാണെങ്കിൽ താങ്ക് യു ലോർഡ്, നന്ദി കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ രണ്ടാമത്തെ പ്രത്യേകതയിലേക്ക് വരികയാണ്. എങ്ങും ഒന്നും ആവുന്നില്ല കേട്ടോ. രണ്ടാമത്തെ പ്രത്യേകത 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളാണ്. ഇനി ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, പോയിൻ്റായിട്ട് പറഞ്ഞ് മുന്നോട്ട് ഓടുകയാണ്. എന്തിന് ഞാൻ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം? ഒന്നാമത്തേത്, നമ്മുടെ രക്ഷ വലിയ പ്രവൃത്തിയുടെ ഒരു പ്രതിഫലനമാണ്. അതുപോലെ എൻ്റെ ഉള്ളിലുള്ള രക്ഷ ഞാൻ പ്രതിഫലിപ്പിക്കണം, പ്രവൃത്തിപദത്തിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രത്യാശ നൽകുന്ന രക്ഷയാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ളത്. പെട്ടെന്നങ്ങ് നോട്ട്സ് എഴുതിപ്പോക്കോ. ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രത്യാശ നൽകുന്ന രക്ഷയാണ് ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ. ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ്, നമ്മുടെ ആത്മനാഥൻ, എന്നെ വീണ്ടെടുത്ത കർത്താവ്, ആ കർത്താവിനോടൊപ്പം ഞാൻ യുഗായുഗമായിരിക്കും. എൻ്റെ കർത്താവിനോടൊപ്പം അവൻ്റെ മുഖം കണ്ടുകൊണ്ട് നിത്യതയോളം കർത്താവിനോട് ചേർന്നായിരിക്കുന്ന ആ നിത്യ നരകത്തിൽ നിന്നും എന്നെ വീണ്ടെടുത്ത് ഒരു സൗഭാഗ്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു കർത്താവ്. മൂന്നാമത്തെ പ്രത്യേകത ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, എന്നിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികയ്ക്കും എന്ന ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്തോണം? പ്രവർത്തിച്ചോണം. അത് കഷ്ടതയാണെങ്കിലും, പരാജയമാണെങ്കിലും, മോഹഭംഗമാണെങ്കിലും, എന്ത് തകർച്ചയാണെങ്കിലും, എന്നിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ. എന്താ ഈ നല്ല പ്രവൃത്തി? ചോദ്യമൊക്കെ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. 12:30 അല്ലയോ സഹോദരാ? ഇല്ലയോ? ചോറ് വേവുന്നിടം വരെയോ? 1 മണി വരെയാന്നോ? ധൈര്യത്തെ പോട്ട്. അപ്പം നമ്മളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അവസാനത്തോളം, ഒടുവോളം അതിനെ എന്ത് ചെയ്യും? തികയ്ക്കും. എന്താ നമ്മളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച്, അല്ലെങ്കിൽ ദൈവം ആരംഭിച്ച നല്ല പ്രവൃത്തി ഏതാ? നോക്കട്ടെ എത്രത്തോളം ഡെൻസിറ്റി ഉണ്ടെന്ന് നോക്കട്ടെ, സാന്ദ്രത. എന്താണ് നമ്മളിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി? പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ വരുന്നു. കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമില്ല. ഉറക്കെ പറയണ്ട, ചുണ്ടനക്കിയാൽ മതി. അന്ന പറഞ്ഞ പോലെ, അന്ന പ്രാർത്ഥിച്ച പോലെ. എന്നിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി. അപ്പം ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്നിൽ ആരംഭിച്ച ഒരു നല്ല പ്രവൃത്തി, ദൈവം എന്നിലൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചു. ക്ലൂ ആണ് ഞാൻ പറയുന്നത്. അത് എൻ്റെ മരണം വരെയും ഞാനത് തുടരേണ്ട ഒരു ക്രിയയാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്ലൂ. എന്നിൽ ദൈവം നിക്ഷേപിച്ച, എന്നിൽ ദൈവം ചെയ്ത ഒരു നല്ല പ്രവൃത്തി, ഏറ്റവും നല്ല പ്രവൃത്തി, അത് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അതാ പറഞ്ഞേ, വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം. ആൻറ്റിക്ക് പറയണം. പറഞ്ഞോ, ഇനിയും ക്ലൂ തരാൻ ഞാൻ ഉദ്ദേശിക്കുക, ക്ലിയറായിട്ട് പറയാൻ വേണ്ടി. അപ്പോൾ എന്നിൽ ആരംഭിച്ച ആ ഒരു നല്ല പ്രവൃത്തി ഞാൻ അവസാനത്തോളം ദൈവം തികയ്ക്കും. അത് എൻ്റെ ഉറപ്പാണ്. പൗലോസ് ഉറപ്പായിട്ട് പറയുകയാണ്, ദൈവം തികയ്ക്കും. പക്ഷേ അതിന് എൻ്റെ എഫേർട്ടൂടെ വേണം, എൻ്റെ എഫേർട്ട് വേണം. അപ്പം ദേഹി രക്ഷ എന്ന് പറയുന്നത്, പ്രാണന്റെ രക്ഷ എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. എൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണ്. എനിക്ക് ദൈവം കൃപ തരുന്നുണ്ട്, എനിക്ക് ശക്തി തരുന്നുണ്ട്, എനിക്ക് വചനം തരുന്നുണ്ട്, കർത്താവിൻ്റെ കൂടെയുണ്ട്, കർത്താവ് നമ്മളെ ബലപ്പെടുത്തുന്നുണ്ട്, ധൈര്യപ്പെടുത്തുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു വലിയ എഫേർട്ട് വേണം, എൻ്റെ ഉത്തരവാദിത്വമാണത്. 1, 2 അല്ലെ 1, 3 എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല. എന്നാൽ ഈ നടുവിലുള്ള ഈ രക്ഷ അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ വലിയ ഉത്തരവാദിത്വമാണ്.
വിശ്വാസമല്ല, അത് കഴിഞ്ഞു. വിയില്ല തുടങ്ങുന്നത്. അപ്പോൾ എളുപ്പമായല്ലോ. ഇംഗ്ലീഷ് അക്ഷരം വി അല്ല. അനീഷ് ബ്രദർ പറഞ്ഞ കറക്റ്റാണെന്ന്. വിശുദ്ധീകരണം. ഓക്കെ, വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. അപ്പം ദൈവം നമ്മളിൽ ഒരു വിശുദ്ധീകരണം ആരംഭിച്ചു. അപ്പോൾ എൻ്റെ ആത്മാവിനോടുള്ള ബന്ധത്തിൽ ദൈവം എന്നെ ശുദ്ധീകരിച്ചു, എന്നെ വിശുദ്ധീകരിച്ചു. ഇനി എന്നെ പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കാൻ പോവുകയാണ്. ഇനി പാപം ചെയ്യാൻ പറ്റാത്ത ഒരു ശരീരം എനിക്ക് തരാനായിട്ട് പോവുകയാണ്. പക്ഷേ എൻ്റെ കർത്താവ് എന്നെ വിശുദ്ധീകരിച്ചെങ്കിലും ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് പാപ ജഡത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായല്ലോ? പാപജഡത്തിൽ. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ്, കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ഒരുവൻ പാപം ചെയ്തു എങ്കിലോ. 1-ാം അധ്യായത്തിന് അത് 2:1 പറയുന്നത്. 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ, അല്ലേ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ നാന്നോ നമ്മെ. ആ കൂട്ടത്തിൽ ആരുമുണ്ട്? യോഹന്നാനും ഉണ്ടല്ലേ, യോഹന്നാൻ ഉൾപ്പെടെ നമ്മെ. അപ്പോൾ പാപം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ശരീരത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അപ്പോൾ നിന്നിൽ അല്ലെങ്കിൽ എന്നിൽ ആരംഭിച്ച ഒരു നല്ല പ്രവൃത്തി എൻ്റെ കർത്താവ് എന്നെ എന്ത് ചെയ്തു? വിശുദ്ധീകരിച്ചു. എന്നെ പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കും. പക്ഷേ ഇതിനിടയിലുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. വിശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് വിശുദ്ധിയോടെ. ഇനി കൊരിന്ത്യരോട് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? 2 കൊരിന്ത്യർ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും, ഫിൽത്തിനെസ്, ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും പോക്കി നമ്മെ തന്നെ വെടിപ്പാക്കി. പറഞ്ഞോ, കണ്ടിന്യൂസ് പറഞ്ഞോ, പെട്ടെന്നാട്ടെ. നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ എന്ത് ചെയ്യണം? തികച്ചുകൊള്ളുക. വിശുദ്ധിയെ തികച്ചുകൊള്ളുക. നമ്മൾ പാടാറുണ്ടല്ലേ, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക, അല്ലേ? നമ്മൾ ആ വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കണം, ഞാൻ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കാനായിട്ട് ക്രിസ്തുവിൻ്റെ രക്തം പര്യാപ്തമായതാണ്. ഇനിയും കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ആത്മാവിനാൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടു. അപ്പോൾ ദൈവവചനം നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നു. അതാണ് എഫേസ്യ ലേഖനം, വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. അപ്പം ജലം വചനത്തെ വെള്ളമായിട്ട് സാമ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം നമ്മളെ എന്ത് ചെയ്യുന്നു? കഴുകി ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്നെ കഴുകി ശുദ്ധീകരിക്കുന്നു, ക്രിസ്തുവിൻ്റെ രക്തം എന്നെ കഴുകി ശുദ്ധീകരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ആത്മാവ് എന്നെ കഴുകി ശുദ്ധീകരിക്കുന്നു. ഇതിന് വേണ്ടത് എന്താണ്? എന്നിൽ നിന്നും എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് ദൈവം ശുദ്ധീകരിക്കണമെങ്കിൽ എന്നിൽ നിന്നും വേണ്ട ഒരു ഒന്നാമത്തെ ഗുണം നമ്മൾ ചിന്തിച്ചു, താഴ്മ, ഹംബിൾനെസ്. ഈ താഴ്മയുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ? മാനസാന്തരപ്പെടത്തുള്ളൂ. എൻ്റെ തെറ്റ് എനിക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. വേണ്ട, ഒരു കൂട്ടു സഹോദരനോട്, സഹോദര തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറയണമെങ്കിൽ എനിക്കെന്തോ വേണം? നമ്മളിങ്ങനെ ആ രൂപത്തിലിരുന്ന് ഈ താഴെ വരണം. അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന ഒരു പദവി ഉണ്ടല്ലോ, പൊസിഷൻ ഉണ്ടല്ലോ, ഈ ഒട്ടും പറ്റത്തില്ല, അദ്ദേഹം വേണമെങ്കിൽ ഇങ്ങോട്ട് ക്ഷമ ചോദിക്കട്ടെ, അല്ലെങ്കിൽ നോ, ഇതല്ല. നമ്മളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്കുക. ഞാൻ അതിന് ഏറ്റവും അതിൻ്റെ ക്ലൈമാക്സിലേക്ക് ഞാൻ വരികയാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പാത്രത്തിൽ വെള്ളമെടുത്ത് ഓരോ ശിഷ്യന്മാരുടെയും ആ കാൽക്കൽ ചെന്ന് മുട്ടുകുത്തി ആ പാദം കഴുകി ആ തുവർത്തെടുത്ത് ആ തുടയ്ക്കുന്ന ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരുടെ അടുത്ത് വരെ ചെന്നു? തന്നെ തള്ളിപ്പറയുന്ന മനുഷ്യൻ്റെ അടുക്കൽ ചെന്നു, അല്ലേ? തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നവൻ്റെ അടുക്കലും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവിന് ഇതെങ്ങനെ സാധിക്കുന്നു? അതാ, അവൻ ദൈവരൂപത്തിലിരിക്കെ ഈ താഴോട്ട് വരികയാണ്. എൻ്റെ പ്രിയമുള്ള നമ്മുടെ ജീവിതത്തിൽ അതിനാ അവിടെ വായിക്കുന്നത്, താൻ സ്നേഹിച്ചവരെയൊക്കെ അവസാനത്തോളം താൻ എന്ത് ചെയ്തു?
സ്നേഹിച്ചു. അപ്പോൾ ദൈവം നമുക്ക് ദാനം ചെയ്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട്, അല്ല എൻ്റെ സഭയിലുള്ളവരോട് ഞാൻ എങ്ങനെ പെരുമാറണം, എൻ്റെ വിശുദ്ധീകരണം. നമ്മൾ പലപ്പോഴും വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും കഥമൊക്കെ അടച്ച് അകത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വിശുദ്ധി പ്രാപിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അല്ല, അവിടെ കൊണ്ട് തീർന്നില്ല. എൻ്റെ കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ഞാൻ എത്രമാത്രം താഴുന്നോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശുദ്ധിയെ തികയ്ക്കാനായിട്ട് ഇടയായിത്തീരും പ്രിയമുള്ളവരെ. അപ്പോൾ ആരംഭിച്ചവൻ എന്തു ചെയ്യും? തികയ്ക്കും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്, ഞാൻ അങ്ങേ അറ്റം വരെ ചെല്ലുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജീവിതം. എന്നാൽ എൻ്റെ പ്രിയമുള്ള, നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവിനോട് നമ്മൾ അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുമ്പോഴാണ് ആ ഉറപ്പ് നമ്മളിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഉള്ള ഒരു വാക്യമാണ്. 2:13. ഈ പഠനങ്ങളെല്ലാം ഒരു മുഖവുരിയാണ് കേട്ടോ, പിന്നീട് നമുക്ക് ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടി. 13-ാമത്തെ വാക്യത്തിൽ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പം രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്, ചുരുക്കം പറഞ്ഞാൽ ഒരു പോയിൻ്റായിട്ട് പറയുകയാണെങ്കിൽ, ഇറ്റ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പോൾ ദൈവഹിതത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പാടാറുണ്ട്, എൻ്റെ ഹിതം പോലെ അല്ലേ നിൻ്റെ ഹിതം പോലെ എന്നെ നടത്തണമേ. പക്ഷേ പലപ്പോഴും ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കുന്നതിന് പകരം എൻ്റെ ഹിതമാണ് പലപ്പോഴും നമ്മൾ പൂർത്തീകരിക്കുന്നത്. ഇനി അടുത്ത പോയിന്റിലേക്ക്, മെയിൻ പോയിന്റിലേക്ക് വരികയാണ്. എന്തിന് കഴിഞ്ഞു, എങ്ങനെ നമുക്ക് ഈ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അതിലൊന്നാമത്തെ കാര്യം, സ്പിരിച്വൽ ഡിസിപ്ലിനിലൂടെയാണ് നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് സാധിക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് ആത്മീക അച്ചടക്കത്തിലൂടെ സ്പിരിച്വൽ ഡിസിപ്ലിനിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം സാധിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആത്മീക അച്ചടക്കം, സ്പിരിച്വൽ ഡിസിപ്ലിൻ. ഇത് അച്ചടക്കം, ആത്മീക അച്ചടക്കം, സ്പിരിച്വൽ ഡിസിപ്ലിൻ. അച്ചടക്കം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാമല്ലോ. പദങ്ങൾ വിഗ്രഹിച്ച് സമാസം എന്ന് പറഞ്ഞാൽ, അച്ചടക്കം എന്ന് പറഞ്ഞാൽ, പറഞ്ഞോ ശരിയാവും, ഒരച്ചിൽ അടക്കം ചെയ്യുക എന്നാണ് ഈ അച്ചടക്കം എന്ന വാക്കിൻ്റെ അർത്ഥം. ഒരച്ചിൽ അടക്കം ചെയ്യുക. നമുക്ക് നമ്മളെ തന്നെ അടക്കം ചെയ്യാനുള്ള ഒരച്ചുണ്ട്. എന്താണ് ആ അച്ച്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന ആ അച്ചിൽ നമ്മളെ തന്നെ അങ്ങ് അടക്കം ചെയ്യണം. യേശുക്രിസ്തുവിൻ്റെ ആ സ്വഭാവ ഗുണങ്ങൾ എന്നിലേക്ക് പകർത്തണമെങ്കിൽ ഞാൻ ആ അച്ചിൽ എന്നെ തന്നെ എന്ത് ചെയ്യണം? അടക്കം ചെയ്യണം. അപ്പോഴാണ് അച്ചടക്കമുണ്ടാകുന്നത്. അതിനാണ് പത്രോസ് പറഞ്ഞത്, അവൻ നമുക്ക് വേണ്ടി ഒരു നല്ല മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. അതിങ്ങനെയാണ്, നാം അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ. നമ്മുടെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ എനിക്ക് മാതൃകയാക്കിയിട്ടാണ്, എനിക്ക് മാതൃക ആക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ കർത്താവ് അത് ചെയ്തത്. അപ്പോൾ അത് ഏതെല്ലാം കാര്യങ്ങളിൽ വേണം? ഒത്തിരി കാര്യങ്ങളിൽ വേണം. ഒന്ന്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാ, ശിഷ്യന്മാരെല്ലാം അവനവൻ്റെ വീട്ടിലേക്ക് പോയി, നമ്മുടെ കർത്താവോ മലയിലേക്ക് പോയി. ഇനി നമ്മുടെ കർത്താവ് ചെയ്ത ഓരോ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ പതിവ് പോലെ. വായിച്ചിട്ടുണ്ടോ? അവൻ പതിവ് പോലെ. അതിൻ്റെ അർത്ഥം, നമ്മുടെ കർത്താവ് ചെയ്ത ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഈ പതിവ് തെറ്റിച്ചെന്നും പറഞ്ഞ കർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പതിവ് തെറ്റിച്ചെന്നും പറഞ്ഞ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആര് ചോദിക്കാനല്ലേ? ഇന്ന് ഉപദേശിമാരും അങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ പതിവ് തെറ്റിച്ച ആരുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് നമ്മുടെയൊക്കെ പദവി വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതൊക്കെ തെറ്റിച്ചാലും വലിയ കുഴപ്പമൊന്നും ഇല്ല. അവിടെയാ ഒന്നാമത്തെ പ്രശ്നം കേട്ടോ. നമ്മൾ പതിവ് തെറ്റിക്കരുത്. അതായത് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം. അല്ല ബ്രദറെ, ഇന്ന് ബൈബിൾ വായിച്ചോ? ഇന്ന് സമയം
ഇന്ന് ബൈബിൾ പഠിച്ചോ? അല്ലെ അടുത്ത ആഴ്ച പ്രസംഗിക്കണ്ടേ? എത്ര സമയം ഇരുന്നു? ഇരിക്കാൻ പറ്റിയില്ല ബ്രദറെ. എങ്ങനെയാ പിന്നെ ശരിയാവുന്നേ? എങ്ങനെയാ കാര്യം ശരിയാവുന്നേ? നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയണം, മോനെ രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കണം. എടുത്തൊരു ചോദിക്കും, മമ്മി എത്ര? മമ്മി എത്ര? മോനെ പ്രാർത്ഥിക്കണം കേട്ടോ. ഈ കുഞ്ഞ് എത്ര നാളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട്? ആ കുഞ്ഞ് എത്ര നാളായി നമ്മൾ വചനം പഠിക്കുന്ന കണ്ടിട്ട്? എൻ്റെ മോള് കുഞ്ഞായിരുന്നപ്പോൾ, അവൾ LKG-യിലോ 1ാം ക്ലാസ്സിലോ കണ്ട് പഠിക്കുമ്പോഴാണ് ഞാൻ അവൾ ചോദിച്ചൊരു ചോദ്യം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. പപ്പായ്ക്ക് വേറെ പണിയൊന്നും? സിൻസിയർ അല്ലേ? അത് മതി, എനിക്കൊരു പോയിന്റ്, എൻ്റെ ഒരു പ്ലസ് മാർക്കല്ലേ അത്. പപ്പായ്ക്ക് വേറെ പണിയൊന്നും? അപ്പം അവളോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, നിനക്ക് വേറെ? എന്തിനാ ഞാൻ അങ്ങനെ ചോദിക്കുന്നേ? കഴിഞ്ഞൊരു ദിവസം ഞാൻ എൻ്റെ മോളുടെ വീട്ടിൽ ചെന്നപ്പോൾ അലമാരിയിൽ അവിടുത്തെ ലാംഗ്വേജിലുള്ള ട്രാക്റ്റുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നു. ചോദിക്കണമെന്നുണ്ടായിരുന്നു, നിനക്ക് വേറെ? മതി പ്രിയമുള്ളവർ, അവർ ചോദ്യമൊക്കെ ചോദിച്ചോട്ടെ, പക്ഷെ എൻ്റെ പതിവ് അവർ കാണണം, എൻ്റെ പതിവ് അവർ കാണണം. പക്ഷേ അത് തിരിച്ചറിയാതെ പോയി ശിഷ്യന്മാർക്കൊരു ഉദാഹരണം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ എവിടെ പോയി? മലയിലേക്ക് പോയി. അടുത്ത വാക്കുകളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. അവൻ അവരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ചു. അതിൻ്റെ അർത്ഥം എന്തുവാ? പോണമെന്നോ പോണ്ടാന്നോ? ഇതാ നമ്മുടെ കുഴപ്പം. നിർബന്ധിച്ച പിന്നെ പോകുന്നില്ലെന്ന് പറയണം. ഇവിടെയാണ് നമ്മുടെ കുഴപ്പം ബൈബിൾ വായിക്കുമ്പോഴേ. ഇനി അതൊക്കെ പോട്ട് ഇവരെപ്പോഴാണ് അക്കരെ ചെന്നേ? എങ്ങനെ അക്കരെ ചെന്നേ? ഒരുമിച്ചല്ലേ? എന്നാ പിന്നെ പോകാതിരിക്കുന്നല്ലായിരുന്നു അല്ലേ? പിന്നീട് ഒരിക്കൽ പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ടിട്ടടിയങ്ങൾ. അത് എഴുതി അത് പൂർണ്ണമായിട്ട് തന്നിട്ടും നമുക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ലേ? ശരിയാ, നമ്മളൊക്കെ ചിന്തിച്ച് പഠിച്ചൊക്കെ വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ്. എത്ര കൊട്ട നിറച്ചെടുത്തു? 12 കൊട്ട. 12 കൊട്ട എന്തിനാ? 12 പേരുടെയും വീട്ടിൽ ഓരോ കൊട്ട. കുഞ്ഞുങ്ങളും പിള്ളേരും ഭാര്യമാരും ഉറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ കൊട്ട എന്ത് ചെയ്യണം? അവിടെ എത്തിക്കണം. അതിനാണ് ഈ കർത്താവ് എന്ത് ചെയ്തത്? നിർബന്ധിച്ചത്. അവർ തണ്ട് വലിച്ച് കുഴഞ്ഞു. 4-ാം യാമത്തിൽ നമ്മുടെ കർത്താവ് നടന്നു വരുന്നു. അവർ ഒരുമിച്ച് അക്കരെ അല്ലേ? ഒരുമിച്ച് അക്കരെ. ഇതാദ്യമേ ഇതൊക്കെ അങ്ങ് പോരായിരുന്നു. ഇവരും എന്ത് ചെയ്താൽ മതിയായിരുന്നു? കർത്താവേ, ഇന്ന് പകലിൽ അങ്ങ് ചെയ്ത അത്ഭുതം എത്രയോ വലുതാണ്. എത്ര ദിവസമായി, എത്ര മണിക്കൂറുകളായിട്ട് ദൈവവചനം ഇവർ കേൾക്കുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് ഇത്രയും നീ അത്ഭുതങ്ങൾ ചെയ്തല്ലോ. ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അന്ന് ചോദിക്കേണ്ട ചോദ്യം കർത്താവ് ഗത്സമന തോട്ടത്തിൽ പിന്നൊരിക്കൽ ചോദിച്ചു, പത്രോസേ, ബാക്കി ഒരു നാഴിക പോലും നിനക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന്, ഞാൻ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനല്ല, പിന്നെ നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. അവർ ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ താണുപോകാൻ, താളടിയായി പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. അവരാ പക്വതയിലേക്ക് വന്നിട്ടില്ല. പക്ഷെങ്കിൽ അവർ കർത്താവിനോടൊത്തായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്ലാൻ ദൈവിക പദ്ധതിയിൽപ്പെട്ടതാണെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഒന്ന് സ്പിരിച്വലായിട്ട്, ആത്മീകമായിട്ട് ഒന്ന് ധ്യാനിച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് ചിലപ്പോൾ പലപ്പോഴും പരിശോധനയിലേക്ക് നമ്മളെ കർത്താവ് നടത്തും കേട്ടോ. പരീക്ഷിക്കത്തില്ല, പരിശോധനയിൽ. ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെ? എന്തിനാ പരീക്ഷിച്ചേ? എന്തുവാ പരീക്ഷിച്ചേ? ദൈവത്തിനൊരു കാര്യം അറിയണം. ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. എന്തുവാ? എനിക്ക് ആ വാക്ക് കിട്ടിയാൽ മതി. സ്നേഹിക്കുന്നുണ്ടോ? ഈ മകനേക്കാൾ അധികം സ്നേഹിക്കുന്നുണ്ടോ എന്നറിയണം. ഇനി എന്തെങ്കിലും? ആൻറ്റി വിടാൻ മനസ്സില്ല, പറഞ്ഞോ.
ഞാൻ അറിയുന്നു. വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു, ഇപ്പോൾ ഞാൻ അറിയുന്നു, നീ എന്നെ ഭയപ്പെടുന്നു. നീ എന്നെ ഭയപ്പെടുന്നു. ആ ദൈവഭയമാണ് അബ്രഹാമിനെ ആ മലമുകളിലേക്ക് നടത്തിയത്. ആ ദൈവഭയമാണ് തൻ്റെ മകനെ കെട്ടി ആ വിറകിന്മീതെ അടുക്കിയത്. ആ ദൈവഭയമാണ് ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് എന്ത് ചെയ്തിട്ട് മടങ്ങി വരാന്ന്? യാഗം അർപ്പിച്ചിട്ട് മടങ്ങി വരാന്നാന്നോ? ഇല്ല, ആരാധന കഴിച്ചേച്ച് മടങ്ങി വരാം. അപ്പൊ ആരാധനയിൽ വേണ്ടത് എന്താ? ദൈവഭയമാണ് വേണ്ടത്. ദൈവഭയം, യഹോവ ഭക്തി. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തോടുള്ള ഭക്തി, ഭയം, ഗോഡ് ഫിയറിംഗ്, ദൈവത്തോടുള്ള ഭക്തി എന്നെ ആ ആത്മീയതയിലേക്ക്, പക്വതയിലേക്ക് എന്നെ നയിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ആ ഒരു പക്വതയിലേക്ക് തന്നെ കൊണ്ടുവരാൻ, മോശയെ ആ പക്വതയിലേക്ക് കൊണ്ടുവരാൻ, മോശയുടെ ജീവിതത്തിൽ താൻ 40 കൊല്ലം മിസ്രൈമിൽ കൊട്ടാരത്തിലൊക്കെ ആയിരുന്നു. ആ കൊട്ടാരത്തിൽ ആ 40 കൊല്ലം കഴിഞ്ഞിട്ട് ദൈവം തന്നെ വിളിക്കുന്നു. ദൈവം തന്നോട് ഇടപെടുകയാണ്. നിന്നെ ഞാൻ വിളിച്ചിരിക്കുകയാണ്. അത് തന്നിലുള്ള ആ ദൈവീക വിളിയും തെരഞ്ഞെടുപ്പും താൻ വർക്കൗട്ട് ചെയ്തു. മനസ്സിലായ? തന്നിലുള്ളത് താൻ വർക്കൗട്ട് ചെയ്തു. എങ്ങനെ വർക്കൗട്ട് ചെയ്തതെന്നറിയാം? താൻ ഒരിക്കൽ നോക്കിയപ്പോൾ ഒരു മിസ്രൈമിനും ഒരു എബ്രായനൂടെ വഴക്കുണ്ടാക്കും. മോശ ചെന്ന് വർക്കൗട്ട് ചെയ്തു. എങ്ങനെ വർക്കൗട്ട് ചെയ്തേ? മിസ്രൈമിനെ അടിച്ചു കൊന്നിട്ട് ഇത്ര മാത്രമാണോ? കുഴിയെടുത്ത് മൂടി. എങ്ങനെയുണ്ട്? എൻ്റെ വർക്കൗട്ട് എങ്ങനെയുണ്ട് എന്നാലോചിച്ച്. ആ വർക്കൗട്ട്, ആ പ്രവർത്തനം, അത് മാറ്റാൻ എത്ര വർഷം എടുത്തു? 40 കൊല്ലം എടുത്തു. 40 years. അത് കഴിഞ്ഞിട്ട് ദൈവം തന്നെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. എൻ്റെ മോശ ഭൂതലത്തിലേക്കും വെച്ച് ആദിസൗമ്യൻ. എന്നാലോചിച്ച്, ആദിസൗമ്യൻ. ഇനിയും വളരെ ഭയത്തോടുകൂടെ ഞാനൊരു വാക്കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. മോശ കെഞ്ചി, ഞാൻ ആ കനാൻ നാട്ടിലൊന്ന് കാലൊന്ന് കുത്തിക്കോട്ടെ, ഞാനൊന്ന് പൊക്കോട്ടെ. ദൈവം പറഞ്ഞു നോ. എന്താ കാരണം? എവിടെയായിരുന്നു പ്രശ്നം? ലളിതമായ ഒരു തെറ്റാന്ന് നമ്മൾ ചിന്തിക്കും. താൻ അധരം കൊണ്ട് പാപം ചെയ്തു. സങ്കീർത്തനക്കാരൻ പറയും, താൻ അധരം കൊണ്ട് പാപം ചെയ്തു. പറയടിച്ചു എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെച്ചോ. പക്ഷെ ദൈവം പറയുന്നത് അവൻ അധരം കൊണ്ട് വിക്കുണ്ടായിട്ട് അത്രയും ചെയ്തെങ്കിൽ, നീ ശ്രദ്ധിച്ചോണേ, വളരെ ഭയത്തോടുകൂടെ ഞാൻ പറയുക ദൈവസന്നിധിയിൽ, വിക്കൊണ്ടായിട്ട് പാപം അത്രയും ചെയ്തെങ്കിൽ, ബാക്കി പറ. വിക്ക്. അപ്പം ഈ വിക്ക് ആര് കൊടുത്ത? ദൈവം. ആദ്യത്തെ 40 കൊല്ലം വിക്കില്ലെന്നേ. അപ്പോസ്തല പ്രവൃത്തിയിലെ സ്തേഫാനോസ് പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ വാക്കിലും പ്രവൃത്തിയിലും അതിസമർത്ഥൻ. വാക്കിലും പ്രവൃത്തിയിലും he was so eloquent in words and preaching. എലക്വൻ്റ് ആയിരുന്നു, സാമർഥ്യമുള്ളവനായിരുന്നു. പക്ഷെ 40 കൊല്ലം കൊണ്ട് തൻ്റെ നാവിനെ ദൈവം തടിപ്പിക്കുകയായിരുന്നു, വിക്കിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിന് തന്നെക്കുറിച്ചൊരു സാക്ഷ്യം പറയണം. എൻ്റെ മോശ അവൻ ഭൂതലത്തിലേക്കും വെച്ച് അതിസൗമ്യൻ എന്നുള്ളത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, നമ്മൾ ചോദിക്കാം, എന്തിനാ ദൈവദാസന്മാർക്ക് ഇത്രയും കഷ്ടത കൊടുക്കുന്നത്, ഇത്രയും വേദന കൊടുക്കുന്നത്, ഇത്രയും ബലഹീനത കൊടുക്കുന്നത്, ഇത്രയും പ്രയാസം കൊടുക്കുന്നത്? ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കഴിച്ച മെഡിസിൻ്റെ വെയിറ്റ്, കിലോ എത്ര ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു. ഒരു ദിവസം 1200 mg മെഡിസിനാണ് എൻ്റെ ന്യൂറോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. 1200 mg. 2007 മുതൽ തുടങ്ങിയതാ.
ഈ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് ഏതാണ്ട് 8 കിലോ ആയി വരുന്നു. 8 കിലോ ന്യൂറോയ്ക്ക്. പക്ഷേ നമ്മുടെ ദൈവത്തെക്കാൾ അപ്പുറം വേറൊരു വൈദ്യനില്ലല്ലോ. അവിടുന്ന് രോഗിക്ക് നല്ല വൈദ്യനാണ്. എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടിയാ, എൻ്റെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠ ചെയ്യുന്നതിന് വേണ്ടിയാ, എൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാ, എൻ്റെ കർത്താവിൻ്റെ ആ പ്രതിബിംബം എന്നിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതകളാണ് പ്രിയമുള്ളവരെ ഇത്. പൗലോസിൻ്റെ ജീവിതത്തിലൂടെ, മോശയുടെ, അബ്രഹാമിൻ്റെ എത്രയോ ഭക്തന്മാരിലൂടെ ആ കാര്യം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് റീഡെഡിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. രണ്ടാമത്തെ പ്രത്യേകത, ഒന്ന്, ആത്മീക അച്ചടക്കത്തിലൂടെ ദൈവം ഇത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, ആരാധനയോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ. രണ്ടാമത്തെ കാര്യം, വി ഷുഡ് ലീവ് വിത്ത് എ പർപ്പസ്. ഒരു ലക്ഷ്യമുള്ള ജീവിതമായിരിക്കണം നമ്മൾ നയിക്കുന്നത്. ഒരു ലക്ഷ്യപ്രാപ്തിയിലെത്തണമെങ്കിൽ ലിവിങ് വിത്ത് എ പർപ്പസ്, ലക്ഷ്യമുള്ള ജീവിതത്തിലൂടെ. മൂന്നാമത്തേത്, ഇത് നമ്മുടെ വ്യക്തിഗതമായ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇറ്റ് ഈസ് എ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി. എന്നോടുള്ള ബന്ധത്തിൽ അതിനാ പറയുന്നത്, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വർക്കിംഗ് ഔട്ട് യുവർ ഓൺ സാൽവേഷൻ, നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ നമ്മൾ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക. നാലാമത്തെ കാര്യം, ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്. 2:13, 4 അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അവിടെ എല്ലാം പറയുന്നത് നമ്മൾ ദൈവത്തിൽ എത്രത്തോളം ആശ്രയിക്കാമോ അത്രത്തോളം നമുക്ക് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കാനായിട്ടിടയായി തീരും. അപ്പോൾ ഈ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ കിട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതല്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. എൻ്റെ ആത്മാവിൻ്റെ രക്ഷ സാധ്യമായതുകൊണ്ട്, സാധുതമായതുകൊണ്ട്, അപ്പോസ്തലപ്രവൃത്തി 2 നമ്മൾ പരിശുദ്ധാത്മാവ് ലഭിച്ചതുകൊണ്ട് സ്നാനപ്പെടുക, ആത്മാവ് ലഭിച്ച ഇവരെ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി രക്ഷിക്കപ്പെടാനിരിക്കുന്നത് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അഞ്ചാമത്തെ കാര്യം, ബി ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ അതേ ഭാവത്തിലൂടെ നമ്മൾ പ്രവർത്തിക്കണം, അല്ലാതെ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. 4-ാമത്തെ പോയിന്റിലേക്ക് വരുന്നു. വളരെ പെട്ടെന്ന് അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതെല്ലാം തുറകളിലാണ് നമ്മൾ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ്? അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു 6-7 കൂട്ടം കാര്യങ്ങളുണ്ട്, വളരെ പെട്ടെന്ന് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. ഒന്നാമത്തെ പോയിന്റ്, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കൾ ആയി രക്ഷയ്ക്കായിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കൾ. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് സൺസ് ഓഫ് ഗാഡ് വിത്തൗട്ട് റബ്യൂക്ക്. സൺസ് ഓഫ് ഗാഡ് വിത്തൗട്ട് റബ്യൂക്ക്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ ശാസിക്കാനിടയില്ലാത്ത ഒരു ജീവിതം. എന്നാലോചിച്ചേ, അതാ ഈ നിഷ്കളങ്ക മക്കളെന്ന് പറയുന്നത്. എന്നെ ശാസിക്കാനിടയില്ലാത്ത ഒരു ജീവിതം അല്ലേ? ഒന്നാലോചിച്ച, ഭർത്താവ് ശാസിക്കാത്ത ഭാര്യമാർ, ഭാര്യമാർ ശാസിക്കാത്ത ഭർത്താക്കന്മാർ, വിശ്വാസികൾ ശാസിക്കാത്ത ശുശ്രൂഷകന്മാർ, ശുശ്രൂഷകന്മാർ ശാസിക്കാത്ത വിശ്വാസികൾ. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? ശാസിക്കാനിടയില്ലാത്ത, അതിനായി നിഷ്കളങ്ക മക്കളെന്ന് പറയുന്നത്. നിഷ്കളങ്ക മക്കൾ. ആ നിഷ്കളങ്ക മക്കൾ എന്നുള്ളതിന് ഒരു 4 വിശദീകരണം പൗലോസ് കൊടുത്തിട്ടുണ്ട്, 4 വാക്കുകൾ. ഒന്നാമത്തേത് അനിന്യർ. അവിടെ പറയുന്നത് അനിന്യർ എന്ന് പറഞ്ഞാൽ ബ്ലെയിംലെസ്, നിർദോഷമായിരിക്കണം. ഈ നിർദോഷമെന്ന് പറഞ്ഞാൽ യോബിനെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടല്ലേ? താൻ ആരായിരുന്നു? നിർദോഷൻ എന്ന് പറഞ്ഞാൽ തന്നെക്കുറിച്ച് ദോഷമൊന്നും ആരോപിക്കാൻ, പക്ഷെ തൻ്റെ കൂട്ടുകാരൊക്കെ വന്നെന്തോ പറഞ്ഞേ, പിന്നെ പോലൊരു നല്ലവനെന്നാന്ന് പറഞ്ഞേ. എന്തെല്ലാം
എൻ്റെ ദൈവം എൻ്റെ സൈഡിൽ നിന്നോണ്ട് നിർദോഷനാണെന്നൊന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്തോ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടേ? പക്ഷെ നമ്മൾ ആരുടെ മുമ്പിലാണ് നിർദോഷിയാവാൻ ശ്രമിക്കുന്നേ? ദൈവത്തിൻ്റെ മുമ്പിലോ മനുഷ്യരുടെ മുമ്പിലോ? മനുഷ്യരുടെ മുമ്പിൽ. അവിടെയാണ് പ്രശ്നം. പക്ഷെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അനിന്യരായിരിക്കണം, ബ്ലെയിംലെസ്. അപ്പോൾ സഭയിലെ മൂപ്പന്മാരോടുള്ള ബന്ധത്തിലും ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിലും അവരുടെ ക്വാളിറ്റി ആയിട്ട് ഈ ഒരു വാക്ക് പറയുന്നുണ്ട്. ഇനിയും രണ്ടാമത്തെ പ്രത്യേകത, അനിന്യരും. രണ്ടാമത്തെ വാക്ക് നോക്കിയ 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ആരായിരിക്കണം? പരമാർത്ഥികളായിരിക്കണം. പരമാർത്ഥികളായിരിക്കണം. ഹാംലെസ്. ഹാംലെസ് എന്ന് പറഞ്ഞാൽ ഹാംലെസ്, ഉപദ്രവിക്കാത്തവർ അല്ലേ? ഇപ്പം നമ്മുടെ സഭയിലെ വിശ്വാസികളൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് ഉപദേശിയോട് പറയണമെന്നുണ്ട്. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് പറയുന്നില്ല, പുള്ളി ശരി നമ്മളെ ഉപദ്രവിക്കുന്ന പുള്ളിയാ, അതുകൊണ്ട് പറയണ്ട. എന്നാലും നമ്മളെ സഭയിലെ വിശ്വാസികൾ അവനൊരു ഒരു പരമാർത്ഥിയാണ്. നമ്മളൊക്കെ എങ്ങനെ പരമാർത്ഥികൾ? ഈ യോസേഫിൻ്റെ അടുത്ത് സഹോദരന്മാരെല്ലാം കൂടെ ചെന്ന് നിന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ ആരെടുത്തായി പറയുന്നേ? ഇതുപോലെയാ നമ്മളും പരമാർത്ഥികളായിന്ന്. പിടിച്ച് കോട്ടെല്ലാം ഓടുമെല്ലാം വലിച്ചു കീറി പൊട്ടക്കിട്ട് ഇട്ടിട്ട് ഇപ്പം ആ മനുഷ്യൻ്റെ പുള്ളി വന്ന് നിന്നിട്ട് പറയുക, മുമ്പിൽ വന്ന് നിന്നിട്ട് പറയുക, നമ്മളാരാണ്? പരമാർത്ഥികൾ, ഒരു ദോഷവും ചെയ്യാത്തവർ. എൻ്റെ പ്രിയമുള്ളവരെ, പരമാർത്ഥികൾ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, അടുത്ത വാക്യതാണ്, അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എന്താണ്? എല്ലാം പിറുപിറുപ്പ് കൂടാതെ, പിറുപിറുക്കാത്തവർ. നമ്മൾ ആരായിരിക്കണം? വിതൗട്ട് മർമറിങ്, പിറുപിറുക്കാത്തവരായിരിക്കണം. പിറുപിറുക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇന്ന് രാവിലെ ബൈബിൾ ക്ലാസ്സിന് വരാൻ തന്നെ എന്തും വേണ്ടി പിറുപിറുത്തിട്ടാണ് ഇവിടെ വരെ ഒന്ന് എത്തിയതല്ലേ? സമയത്ത് ഭാര്യ ഇറങ്ങത്തില്ല, ഒരുങ്ങത്തില്ല, പിള്ളേരിറങ്ങത്തില്ല, അല്ലേ ഭർത്താവ് ഇങ്ങോട്ട് ഭാര്യ ഒരുങ്ങിയാൽ അല്ലേ? നമ്മളിങ്ങനെ ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരാൾക്ക് കാണത്തില്ല. അപ്പം പിറുപിറുത്തേ പറ്റത്തുള്ളൂ. എന്നാലോചിച്ച് നോക്കിയേ, ഇത്രയും പറ്റുമോ നമുക്ക്? പറ്റുമെന്നേ, ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ. പിറുപിറുപ്പ്. പിന്നെ അടുത്ത എന്താ? 4-ാമത്തെ കാര്യം, പിറുപിറുപ്പും. അടുത്ത എന്താ? വാദവും കൂടാതെ ചെയ്യുവിൻ. വാദം പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഡിസ്പ്യൂട്ട് പാടില്ല. നമ്മളാണെങ്കിൽ എന്തോ ഒരു വാദമായില്ലേ? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വാദകോലാഹലമെന്ന ഡിസ്പ്യൂട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം വാദകോലാഹലം. പണ്ട് ഞങ്ങളുടെ സഭയിലെ ഒരു ഉപദേശം ഉണ്ട്, MB ജോൺ സാർ, കേട്ടിട്ടുണ്ടോ? MB ജോൺ സാറിനെ കല്യാണമൊക്കെ കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്താവ് പറയുന്ന എല്ലാം ആര് കേൾക്കും? ഭാര്യ കേൾക്കും. കുറേ നാൾ അങ്ങോട്ട് കഴിയുമ്പോൾ ഭാര്യ പറയുന്നത് ആര് കേൾക്കും? ഭർത്താവ് കേൾക്കും. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ രണ്ടുപേരും പറയുന്നത് ആര് കേൾക്കും? നാട്ടുകാർ കേൾക്കും. ഇല്ലേ? വാദകോലാഹലത്തിലേക്ക്. ഇന്ന് നമ്മുടെ സ്ഥലസഭകളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? വാദകോലാഹലത്തിൽ. വാദകോലാഹലം ഉണ്ടാവത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവും. ഏറ്റവും മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം ആരുടെ ആയിരിക്കും? അനീഷ് ബ്രദർ ചിരിക്കുന്നു. അതൊരു ഉപദേശിയുടെ ആവുമോ? മൂപ്പൻ്റെ ആകുമോ? ശുശ്രൂഷകൻ്റെ ആവുമോ? ഒരിക്കലും പാടില്ല. എൻ്റെ ശബ്ദം അവിടെ മുഴങ്ങരുത്. നമ്മുടെ സ്ഥലസഭകളിൽ, ഈവൻ നമ്മുടെ വീട്ടിൽ, വായിക്ക് നാവിന് കടിഞ്ഞാണിടാൻ, സംസാരിക്കേണ്ടതാണെങ്കിലും സംസാരിക്കാതിരിക്കാൻ, ഒരു വാദം ഒഴിവാക്കാൻ വരെ പിന്നെ നീ പറ്റത്തില്ല. നമുക്ക് പറ്റും, വലിയ പാടാ. ശ്രമിച്ചാൽ മതി കേട്ടോ, പറ്റും. നാവും ഒരു തീ തന്നെ, വലിയൊരു കാട് കത്തിക്കാൻ അത് മതി. എൻ്റെ ദാസനെ പോലെ ആരുള്ളൂ, അത് ഞാനാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളായാലേ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ധൈര്യത്തോടെ പുൽക്കൈയൊക്കെ ഇട്ട് അവിടെ പോയി പരസ്യയോഗത്തിന് അതാ വർക്കൗട്ട് യുവർ സാൽവേഷൻ അല്ലെന്നേ. ഇതാ രണ്ടാമത്തെ കാര്യം, 2:15, 2-ാം അധ്യായത്തിൻ്റെ 15 അടുത്ത വാക്കുണ്ട്. ഒന്നാമത്തേത്, നിഷ്കളങ്ക മക്കളായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തിൽ നമ്മൾ പ്രകാശിക്കണം. എങ്ങനെ പ്രകാശിക്കണം? അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ, നക്ഷത്രങ്ങളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം?
പ്രകാശിക്കണം. സൂര്യനെ പോലല്ല പ്രകാശിക്കേണ്ടത്. ഓർത്തോണേ, സൂര്യൻ്റെ പ്രകാശവും നക്ഷത്രത്തിൻ്റെ പ്രകാശവും തമ്മിലുള്ള പ്രത്യേകത എന്താ? സൂര്യൻ സ്വയം പ്രകാശിക്കുന്നു. ഇന്ന് നമ്മളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എങ്ങനെയാണ് പ്രകാശിക്കണ്ടേ? നക്ഷത്രങ്ങളെ പോലെ. നീതി സൂര്യനായിരിക്കുന്ന കർത്താവിൻ്റെ പ്രകാശം ആഗിരണം ചെയ്തേ ഞാൻ എന്ത് ചെയ്യാവൂ? പ്രകാശിക്കാവൂ. അതാ പറഞ്ഞ ജ്യോതിസുകളെ പോലെ. അപ്പം കർത്താവിൻ്റെ പ്രകാശത്തിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവർ, ആ കർത്താവിൻ്റെ പ്രകാശമായിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ജീവൻ്റെ വചനം പ്രമാണിക്കണം. അത് കഴിഞ്ഞിട്ട് ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. വാക്യം മാത്രം എഴുതി മുന്നോട്ട് പോവുക. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, ഭേദാഭേദങ്ങളെ എന്ത് ചെയ്യണം? വിവേചിക്കണം. അപ്രൂവ് തിങ്സ് ദാറ്റ് ആർ എക്സലൻറ്റ്. അതായത് ആവശ്യമില്ലാത്തത് എല്ലാം നമ്മളങ്ങ് എന്ത് ചെയ്തേക്കണം ഇല്ലേ? സകലത്തിലും എനിക്ക് കർത്തവ്യം ഉണ്ടെങ്കിലും അല്ലേ, ഉപദേശമാരൊക്കെ ഓർത്തിരിക്കണം ഈ വാക്ക്. സകലത്തിലും എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, പക്ഷേ എല്ലാം നിനക്ക് പ്രയോജനമുള്ളതല്ല. നമ്മൾ അപ്രൂവ് ചെയ്യണം. എക്സലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കണം. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം. ഇനിയും 1:14, ദൈവത്തിൻ്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിക്കണം. അങ്ങനെ നമുക്ക് പ്രകാശിക്കാനായിട്ട് പറ്റും. മുഖം നോക്കരുത്, മുഖപക്ഷം വേണ്ട. ഇവിടെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് സുഖിപ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ ഒരു 3-4 വർഷം കഴിഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, എന്നെ വീണ്ടും വിളിച്ചില്ലേലും കുഴപ്പമില്ല. മുഖം ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് തരുന്നോ അതെന്ത് ചെയ്തോണം? അത് ശബരിമാങ്കലായാലും കുമ്പനാട്ടായാലും പുനലൂരായാലും എവിടെയായിരുന്നു ധൈര്യത്തോടെ ദൈവവചനം പറയാനായിട്ട് കഴിയണം. അതാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നത്. 4-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പീൻ. 1:27, ലെറ്റ് യുവർ കോൺവെർസേഷൻ ബി ആസ് ഇറ്റ് ബിക്കമത്ത് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. സുവിശേഷത്തിന് യോഗ്യമായിട്ട് നടക്കണം. 3-ാമത്തേത് 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. 3-ാമത്തെ കാര്യം, എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. 1:11, നീതിഫലം നിറഞ്ഞവരാകണം. നീതിഫലം നിറഞ്ഞവരാകണം. 1:11 അതിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ നിർമ്മലന്മാരായിരിക്കണം. നിർമ്മലന്മാരെന്ന് പറഞ്ഞാൽ സിൻസിയർ ആയിരിക്കണം. സിൻസിയർ അതായത് നമ്മളിൽ ഒരു ലേശം പോലും പഴുത് ഉണ്ടാക്കാനായിട്ട് പാടില്ല. സിൻസിയർ ആയിരിക്കണം. 2-ാമത്തേത്, ഇടർച്ചയില്ലാത്തവരായിരിക്കണം. ഇടർച്ചയില്ലാത്തവർ അതായത് വിത്തൗട്ട് ഒഫൻസ്. ഒരു ശുശ്രൂഷ നമ്മളെ ഏൽപ്പിക്കാൻ ഒരു തടസ്സം ഉണ്ടാവരുത്. നമ്മൾ ഒരാളുടെ പേര് പറയുമ്പോൾ അത് വേണ്ട, നമ്മൾ പരിശ്രമിക്കണം. നമ്മളിലൊക്കെ കുറവുകളൊക്കെ ഉണ്ട്. ഒരു പേര് പറയുമ്പോൾ ഇന്നാൾ സഭയിലെ സെക്രട്ടറി ആവട്ടെ, വേണ്ട ആ പുള്ളി വേണ്ട എന്ന് പറയാൻ ഇടവരരുത്. ഇന്നൊരു കാര്യം ചെയ്യുമ്പോൾ ആ സഭയിലെ ഖജാൻജി ആയിരിക്കും, വേണ്ട ആ പുള്ളി വേണ്ട. അതാണ് ഇടർച്ചയില്ലാതെ, വിത്തൗട്ട് ഒഫൻസ്. അപരാധം ആ വ്യക്തിയുടെ മേൽ ചുമത്താതിരിക്കത്തക്ക നിലയിൽ നമ്മളാലാകുന്നത് ശ്രമിക്കുക. 4-ാമത്തെ പ്രത്യേകത, അവന് വേണ്ടി നമ്മൾ കഷ്ടം അനുഭവിക്കുന്നവരായിരിക്കണം. അവന് വേണ്ടി കഷ്ടം. 1:29, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു. അങ്ങനെ കഷ്ടം അനുഭവിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നമുക്ക് വേണം. 4 അധ്യായത്തിൻ്റെ വിഷയം അതാണ്. 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആർദ്രത നമുക്ക് വേണം. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. 1:8 ക്രിസ്തുവിൻ്റെ ആർദ്രതയുണ്ടെങ്കിലേ നമുക്ക് കഷ്ടം അനുഭവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. 2:5 ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഏതാണ് ആ ഭാവം? ദൈവരൂപത്തിലിരിക്കെ ദാസരൂപമെടുത്തു. ആ ഭാവം നമുക്കുണ്ടെങ്കിലേ നമുക്ക് കർത്താവിന് വേണ്ടി കഷ്ടമനുഭവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്നാൽ ഒരുപാട് ഉപദ്രവവും കഷ്ടവും അനുഭവിക്കണമെന്ന് വെച്ച് നമ്മൾ താഴാതിരിക്കുക. താഴുകയും വേണം, കഷ്ടം അനുഭവിക്കുകയും വേണം. ഇതാണ് ദൈവത്തിൻ്റെ പ്രമാണം. 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്, എൻ്റെ കർത്താവിനോട് എനിക്ക് കൂട്ടായ്മ ഉണ്ട്. എപ്പോഴാണ്? ഞാൻ കഷ്ടം അനുഭവിക്കുമ്പോൾ. അത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, എവിടെയും. 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലും ഒരു പുനരുദ്ധാന ശക്തിയെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതാണ് എന്നെ ശക്തനാക്കുന്നവൻ. പുനരുദ്ധാന ശക്തി, കഷ്ടം അനുഭവിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ശക്തിയാണ് പുനരുദ്ധാന ശക്തി എന്ന് പറയുന്നത്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ
ദാനിയേൽ, അവർ സിംഹക്കുഴിയിൽ ഇടാതാണോ ദൈവം വിടുവിച്ചേ? അല്ലേ? ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇടാതെ വിടുവിച്ച് കഴിയുമ്പോഴുള്ള ദാനിയേലിനാണോ ശക്തി, സിംഹക്കുഴിയിൽ ഇട്ടിട്ട് പുറത്തു വന്ന ദാനിയേലിനാണോ? എന്നാലോചിച്ചേ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അവരെ 7 മടങ്ങ് തീച്ചൂളയിൽ ഇടാതെ വിടുവിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒരു ശക്തി വേറെയാ. ഇട്ടിട്ട് പുറത്തു വരുമ്പോഴുള്ള ശക്തിയോ? അങ്ങനെയാണെങ്കിൽ ഈ കഷ്ടതയൊന്ന് ചിന്തിച്ചേ. നമ്മളെല്ലാം ഉപവാസം എടുക്കുന്ന എന്തിനു വേണ്ടിയാ? കഷ്ടത മാറാൻ, രോഗം മാറാൻ, ദീനം മാറാൻ. പക്ഷെങ്കിൽ ദൈവം ഇത് തന്നതാണെങ്കിൽ സന്തോഷത്തോടെ ഏറ്റുവാങ്ങിക്കൊണ്ട് പുനരുദ്ധാന ശക്തി പ്രാപിച്ച് മുന്നേറാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ കർത്താവ് വരുവോളം നമ്മുടെ സൗമ്യത സകല മനുഷ്യരും അറിയണം. എൻ്റെ സൗമ്യതയിലൂടെ എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് തന്ന രക്ഷ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. 6-ാമത്തെ കാര്യം 4:11, അത് വലിയൊരു കാര്യമാണ്. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കണം. ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ. എന്താ അലംഭാവം? മതി എന്ന ഭാവം. അത് കേവലം പണത്തെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, പണത്തെക്കുറിച്ച് മാത്രമല്ല. നമ്മുടെ ആത്മീക ജീവിതത്തിൽ എന്തുമായിക്കൊള്ളട്ടെ, ഉള്ള അവസ്ഥയിൽ ആ മതി എന്നുള്ള ഭാവം നമ്മളെ വലിയ നന്മയിലേക്ക് ദൈവം നമ്മളെ നയിക്കുമെന്നേ. പക്ഷേ പോരാ എന്നുള്ളതാണ് വലിയ പ്രയാസം. മതി, കണ്ടൻമെൻറ്റ്, തൃപ്തിയുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന രംഗമാണ് പൗലോസ് അത് പറയുന്നത്. എനിക്ക് താഴ്ചയിലിരിപ്പാനും അറിയാം, സമൃദ്ധിയിലിരിപ്പാനും അറിയാം. തൃപ്തിയായിട്ടിരിക്കാനും അറിയാം, വിശന്നിരിക്കാനും എനിക്കറിയാം. സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം, ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എനിക്ക് അറിയാം. ഞാൻ പഠിച്ചിട്ടുണ്ട്, ശീലിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ പഠിപ്പിക്കും, ദൈവം നമ്മളെ ശീലിപ്പിക്കും. ഏറ്റവും ഒടുവിൽ 4-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ്, ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു എന്ന് പറയാനായിട്ടിടയായിത്തീരണം. എൻ്റെ ശക്തിയല്ല കർത്താവേ, എൻ്റെ ബലമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല കർത്താവേ, നിൻ്റെ ശക്തിയിൽ മാത്രം എനിക്ക് നിന്നെ സേവിക്കാൻ, നിന്നെ സ്നേഹിക്കാൻ എനിക്ക് ഇടയായിത്തീരണം. ഒരുവിധം രക്ഷയ്ക്കായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നമ്മെ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കി തന്ന കർത്താവിൻ്റെ ദാസനുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഒറ്റ വാക്കിൽ നമ്മുടെ ബൈബിൾ ക്ലാസ്സിനെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലളിതം, സമഗ്രം, ആധികാരികം.